മാന്ത്രിക പ്രണയവും ഒരു അദൃശ്യശക്തിയും. രാഹുൽ കോളേജിലെ ഒരു സാധാരണ പയ്യൻ. അവന്റെ ലോകം ജ്യോതിയെന്ന സുന്ദരിക്കു ചുറ്റും കറങ്ങിയിരുന്നു. അവളുടെ ചിരിയും നോട്ടവും നടപ്പുമെല്ലാം അവനെ വല്ലാതെ ആകർഷിച്ചു. എന്നാൽ രാഹുലിന്റെ നിഴലുപോലെ എപ്പോഴും കൂടെയുണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയുണ്ടായിരുന്നു, സന്ധ്യ. സന്ധ്യയുടെ ലോകം രാഹുലായിരുന്നു. അവന്റെ ഓരോ ചലനവും ഓരോ വാക്കുകളും അവൾക്ക് പ്രണയമായിരുന്നു. പക്ഷേ ആ ഇഷ്ടം അവളൊരിക്കലും രാഹുലിനോട് പറഞ്ഞില്ല. രാഹുൽ അവന്റെ ഇഷ്ടം ജ്യോതിയോടും പറഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. സന്ധ്യയ്ക്ക് കല്യാണാലോചനകൾ വരാൻ തുടങ്ങി. ഓരോ തവണയും അവൾ പലതരം ഒഴിവുകഴിവുകൾ പറഞ്ഞ് അവയെല്ലാം മുടക്കി. അവന് മീശയില്ല, അവൻ അധികം തടിയില്ല, അവൻ ചിരിക്കുമ്പോൾ പല്ല് കാണുന്നു. അങ്ങനെ ഓരോ കാരണങ്ങൾ. വീട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും സന്ധ്യയുടെ മനസ്സിൽ രാഹുൽ മാത്രമായിരുന്നു. ഒരു ദിവസം സന്ധ്യയുടെ ലോകം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അവളുടെ അച്ഛന് ഹൃദയാഘാതം വന്നു. ആശുപത്രിയിൽ കിടക്കയിൽ മരണത്തോട് മല്ലിടുമ്പോൾ അദ്ദേഹം സന്ധ്യയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. മോളുടെ കല്യാണം കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ, ദുർബലമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞ് വിറയലോടെ സന്ധ്യ അച്ഛനോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. അത് രാഹുലിനോടായിരുന്നു. രാഹുലിന്റെ അച്ഛനും സന്ധ്യയുടെ അച്ഛനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സന്ധ്യയുടെ അച്ഛന്റെ അവസ്ഥ കേട്ടറിഞ്ഞ രാഹുലിന്റെ അച്ഛൻ രാഹുലിനെ നിർബന്ധിച്ച് സന്ധ്യയെ വിവാഹം കഴിക്കാൻ സമ്മതിപ്പിച്ചു. രാഹുലിന് സന്ധ്യയെ ഒരു സുഹൃത്തായി മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഈ ബന്ധം അവന് ആലോചിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവന്റെ മനസ്സിൽ ജ്യോതി മാത്രമായിരുന്നു. രാഹുൽ സമ്മതിച്ചെങ്കിലും സന്ധ്യയുടെ ഉള്ളിൽ ഒരു വേദനയുണ്ടായിരുന്നു. രാഹുലിന് തന്നെ ഇഷ്ടമല്ലല്ലോ എന്നോർത്ത്. ഒരു രാത്രി സന്ധ്യ കണ്ണുകൾ അടച്ച് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. ദൈവമേ, രാഹുലിന്റെ മനസ്സിൽ എന്നോടൊരു സ്നേഹമുണ്ടാക്കിത്തരണേ. അവന്റെ ഉള്ളിൽ എനിക്കായി ഒരു സ്ഥലമുണ്ടാക്കണേ. അവളുടെ പ്രാർത്ഥന കേട്ടത് ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, മറിച്ച് ഭൂമിയിലേക്ക് മനുഷ്യരൂപം ധരിച്ചെത്തിയ ഒരു അദൃശ്യശക്തിയായിരുന്നു. ഒരു നാടകീയമായ ചിരിയോടെ, മോളെ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു. അവനായിരുന്നു ഡാനി, രാഹുലിന്റെ പുതിയ കൂട്ടുകാരൻ. ഡാനി രാഹുലിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നതോടെ കാര്യങ്ങൾ കൂടുതൽ രസകരമായി. അവൻ രാഹുലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി. സന്ധ്യയോടുള്ള അവന്റെ പ്രണയം രാഹുലിനെ ബോധ്യപ്പെടുത്താൻ ഡാനി പല വിചിത്രമായ അടവുകളും പുറത്തെടുത്തു. ഒരു ദിവസം രാഹുൽ നടന്നുപോകുമ്പോൾ ഡാനി ഒരു അപ്രതീക്ഷിത അപകടമുണ്ടാക്കി. ഒരു കോണിപ്പടിയിൽ നിന്ന് രാഹുൽ തെന്നി വീഴാൻ പോയപ്പോൾ സന്ധ്യ ഒരു മിന്നൽ പോലെ ഓടിയെത്തി അവനെ താങ്ങി. രാഹുലേ, നിനക്കൊന്നും പറ്റിയോ? അവളുടെ കണ്ണുകളിൽ തികഞ്ഞ വാത്സല്യം. ഡാനി ഒരു മൂലയിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു ദിവസം രാഹുൽ സുഹൃത്തുക്കളോടൊപ്പം ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു പന്ത് വന്ന് അവന്റെ തലയിൽ കൊണ്ടു. വേദന കൊണ്ട് പുളഞ്ഞ രാഹുലിന്റെ അടുത്തേക്ക് ആദ്യമെത്തിയത് സന്ധ്യയായിരുന്നു. അവൾ അവനെ താങ്ങിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. ഡാനി ആ സമയത്ത് പന്ത് രാഹുലിന്റെ തലയിൽ കൃത്യമായി തട്ടാൻ വേണ്ടി മാന്ത്രികമായി ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഒരു ദിവസം രാഹുലിന്റെ വീട്ടിൽ ഒരു ചെറിയ വിരുന്നു നടന്നു. സന്ധ്യയാണ് ഭക്ഷണം പാകം ചെയ്തത്. സാധാരണ അവൾക്ക് പാചകം അത്ര വശമില്ലായിരുന്നു. എന്നാൽ ഡാനി ഒരു മാന്ത്രിക വിരലുമായി അടുക്കളയിൽ സന്ധ്യയെ സഹായിക്കാൻ നിന്നിരുന്നു. ഓരോ വിഭവത്തിലും ഡാനി തന്റെ മാന്ത്രിക സ്പർശം നൽകി. രാഹുൽ അത്ഭുതപ്പെട്ടുപോയി. സന്ധ്യേ, നീ ഇത്ര നന്നായി പാചകം ചെയ്യുമോ? വല്ലാത്തൊരു രുചി. ഡാനി അടുക്കളയുടെ മൂലയിൽ നിന്ന് വിജയചിഹ്നം കാണിച്ചു. ഈ സംഭവങ്ങളെല്ലാം രാഹുലിനെ വല്ലാതെ സ്വാധീനിച്ചു. ജ്യോതിയേക്കാൾ എത്രയോ തവണ സന്ധ്യ തനിക്കായി ഓടിയെത്തി എന്ന് അവൻ തിരിച്ചറിഞ്ഞു. സന്ധ്യയുടെ നിസ്വാർത്ഥമായ സ്നേഹം അവന്റെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം നിറച്ചു. ഡാനി എന്ന മാന്ത്രിക സുഹൃത്തിന്റെ കുസൃതികളും തമാശകളും കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. ഒരു ദിവസം രാഹുൽ ഡാനിയോട് ചോദിച്ചു, ഡാനി, നീയെന്താ ഇങ്ങനെ? എനിക്ക് തോന്നുന്നു നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന്. ഡാനി ഒരു ചിരിയോടെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി. ചിലപ്പോൾ സ്നേഹമുള്ളവരെ ഒരുമിപ്പിക്കാൻ ദൈവം ചില പുതിയ വഴികൾ കണ്ടെത്തും. രാഹുൽ പതിയെ പതിയെ സന്ധ്യയുടെ പ്രവൃത്തികൾ കണ്ട് അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവളുടെ നിഷ്കളങ്കമായ ചിരിയും സ്നേഹവും അവനെ കൂടുതൽ ആകർഷിച്ചു. ജ്യോതിയോടുള്ള അവന്റെ ഇഷ്ടം ഒരു ഭ്രമം മാത്രമായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. സന്ധ്യയുടെ സ്നേഹം ഒരു കടൽ പോലെ വലുതായിരുന്നു. ഒടുവിൽ രാഹുൽ സന്ധ്യയോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. സന്ധ്യയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ നീയാണ് ഏറ്റവും വലിയ സന്തോഷം. സന്ധ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ പ്രാർത്ഥന സഫലമായിരിക്കുന്നു. ഡാനി അവരുടെ സന്തോഷം കണ്ട് ആകാശത്തേക്ക് അപ്രത്യക്ഷനായി. അവന്റെ ദൗത്യം പൂർത്തിയായിരുന്നു.